ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. നാളെ സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമമാക്കാനുള്ള തിരക്കിൽ രാഷ്ട്രീയ നേതൃത്വം. വിമതശല്യം ഒഴിവാക്കാൻ തിരക്കിട്ട സമവായ ചർച്ചകൾ. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തെ മികച്ച 20 ജില്ലകളുടെ പട്ടികയിൽ ഇടം നേടി എറണാകുളവും വയനാടും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. പാലാരിവട്ടം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. പത്രികാ സമർപ്പണത്തിനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 90,000-ലേറെ പേർ പത്രിക സമർപ്പിച്ചു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിച്ചത്. കുറവ് ഇടുക്കിയിൽ. എറണാകുളം ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമമാക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. സീറ്റുകളിൽ വ്യക്തത വരുത്താനും ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം. ഇരു മുന്നണികളിലും എൻഡിഎയിലും സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതിനു പുറമെ വിമതശല്യവും ഈ 3 മുന്നണികളെയും വലയ്ക്കുന്നുണ്ട്. സമവായ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. സീറ്റ് ഉറപ്പിച്ചവർ പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ സീറ്റ് കിട്ടാത്തവർ വിമത സ്ഥാനാർത്ഥികളായി പലയിടത്തും രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. LDFന്റെ ഏതാണ്ട് 80% സ്ഥാനാർത്ഥികളും ഇന്നലെയോടെ പത്രിക നൽകി. UDFന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പലയിടത്തും ഇതുവരെ പൂർത്തിയായിട്ടില്ല. NDAയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയും പൂർത്തിയായിട്ടില്ല. നാളെയാണ് സൂക്ഷ്മ പരിശോധന. അതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. ശക്തരായ ജനകീയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് 3 മുന്നണികളും ശ്രമിച്ചത്. വിദ്യാർത്ഥികളടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട്. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവച്ച വനിതകൾക്ക് സംവരണം നോക്കാതെ തന്നെ മുന്നണികൾ ഇത്തവണ സീറ്റ് നൽകി. ഭരണം നിലനിർത്തുവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് LDF. എന്നാൽ ശക്തമായ മുന്നേറ്റം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് UDFും NDAയും. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി R രവികുമാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരണാധികാരികളുടെ ഓഫീസിന് മുന്നിൽ വലിയ തിരക്കാണ് ആലപ്പുഴ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. മുന്നണികളിലും പാർട്ടികളിലും സ്ഥാനാർത്ഥി നിർണ്ണയം ചിലയിടങ്ങളിൽ അന്തിമമാകാത്തതിനാൽ പ്രതിസന്ധിയും രൂക്ഷമാണ്. ഏകദേശം 8,000-ഓളം പേരാണ് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള യന്ത്രങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. ഇവ 28-ന് വരണാധികാരികൾക്ക് കൈമാറും. അന്ന് തന്നെ യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് സ്ട്രോങ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും കുടുംബശ്രീ സഹകരണത്തോടെ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം നടപ്പാക്കാൻ വേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ കണ്ണൂർ ജില്ലയിൽ 20 ലക്ഷത്തിലേറെ വോട്ടർമാർ. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ സജ്ജമാക്കുന്ന 2471 ബൂത്തുകളിലേക്ക് 45,000-ലേറെ മാസ്കുകൾ എത്തിക്കും. 30,000-ലേറെ കയ്യുറകളും നൽകും. വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി മുന്നണികൾ. നാളെ മുതൽ പ്രചാരണം ശക്തമാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇത്തവണ ജൂൺ മാസം മുതൽ തന്നെ ചിട്ടയായ പ്രവർത്തനമാണ് UDF ജില്ലയിൽ കാഴ്ചവെച്ചതെന്നും 95% പഞ്ചായത്തുകളുടെ ഭരണം ഇത്തവണ UDF നേടുമെന്നും DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും LDFനുണ്ടാകുക എന്നും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി P ഖഗാറിൻ പറഞ്ഞു. ഇത്തവണ NDAയ്ക്ക് ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും 2 പഞ്ചായത്തുകളുടെ ഭരണം NDA സ്വന്തമാക്കുമെന്നും ഹൈടെക് പ്രചരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചതായും BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ പറഞ്ഞു. ഏറ്റവും ജനപ്രിയ സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കി പരമാവധി സീറ്റുകൾ നേടുവാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. സ്വച്ഛ് ഭാരത് ഗ്രാമീൺ ദൌത്യത്തിന്റെ വിവിധ ഘടകങ്ങളുടെ നടത്തിപ്പിലെ പ്രവർത്തന മികവിന് എറണാകുളം വയനാട് ജില്ലകൾക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ അംഗീകാരം. രാജ്യത്തെ 718 ജില്ലകളിൽ നിന്ന് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവച്ച 20 ജില്ലകളെ തെരഞ്ഞെടുത്തതിലാണ് സംസ്ഥാനത്ത് നിന്ന് 2 ജില്ലകൾ ഉൾപ്പെട്ടത്. ലോക ശൌചാലയ ദിനമായ ഇന്ന് കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഓൺലൈനിലൂടെ പുരസ്കാര വിതരണം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കോവിഡ് രോഗികൾക്ക് ഇനി മുതൽ ആയുർവേദ ചികിത്സയും നൽകാം. രോഗലക്ഷണം ഇല്ലാത്തവർക്കും നേരിയ ലക്ഷണം മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സ ആകാമെന്ന് സംസ്ഥാന ആയുഷ് വിഭാഗം ഉത്തരവിറക്കി. രോഗികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ നൽകാവൂ എന്നും ഉത്തരവിലുണ്ട്. ആവശ്യമുള്ളവർ അടുത്തുള്ള സർക്കാർ ആയുർവേദ ഡിസ്പെൻസറികളിൽ ബന്ധപ്പെടണം. താൽപര്യമുള്ളവർക്ക് ആയുർവേദ ചികിത്സ നൽകാമെന്ന കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇനിയും നാം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മുതിർന്ന കായിക താരം ഒളിമ്പ്യൻ PT ഉഷ ആകാശവാണിയോട് പറഞ്ഞു. COVID-19 വൈറസിനെതിരായിട്ടുള്ള പ്രതിരോധം നമ്മൾ ഇനിയും ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസമായി നമ്മളുടെ ജീവിതചര്യയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയ കുറെ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ നമ്മൾ കർക്കശമായി തന്നെ പാലിക്കണം. കൃത്യമായി മാസ്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം പുറത്തു പോകുക, സാമൂഹ്യ അകലം പാലിക്കുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനം ആരോഗ്യ വകുപ്പും നമ്മുടെ ഗവൺമെന്റും പറയുന്ന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കൊറോണക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റത്തിൽ നമുക്കും പങ്കാളിയാവാം. നമ്മുടെ സുരക്ഷയും സമൂഹത്തിന്റെ സുരക്ഷയുമാണ് പ്രധാനം. അങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താം. ജയ് ഹിന്ദ്. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന പ്രതി സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. ദക്ഷിണ മേഖല DIG അജയകുമാർ ജയിലിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്നല്ലെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബ്ദരേഖ സ്വപ്നയുടേതാണോ എന്ന് വ്യക്തമാക്കാൻ സൈബർ സെൽ സഹായം തേടുമെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതിയുടെ മുന്നിലുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാണെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇബ്രാഹിം കുഞ്ഞ്. ഇന്നലെ രാവിലെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഇബ്രാഹിം കുഞ്ഞിനെ ജഡ്ജി നേരിട്ട് ആശുപത്രിയിൽ എത്തിയാണ് റിമാൻഡ് ചെയ്തത്. കൊല്ലം ജില്ലയിൽ വൻ ലഹരിവേട്ട. ചവറയിൽ ഹാഷിഷ് ഓയിലുമായി 2 പേരെയും കൊല്ലം നഗരത്തിൽ കഞ്ചാവുമായി ഒരാളെയും എക്സൈസ് പിടികൂടി. തൃശൂർ ചവറ സ്വദേശികളെയാണ് ചവറയിൽ നിന്ന് 2.25 ലിറ്റർ ഹാഷിഷ് ഓയിലുമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടിയോളം രൂപ വില വരും. മത്സ്യഫെഡ് നിയമനം PSCക്ക് വിട്ട ശേഷമുള്ള ആദ്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മത്സ്യഫെഡിലെ 12 തസ്തികയിലാണ് വിജ്ഞാപനം. ഡിസംബർ 23-നകം അപേക്ഷിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഏകാദശി വിളക്കുകൾക്ക് ഇന്ന് തുടക്കമാകും. കപ്രാട്ട് കുടുംബം വക പഞ്ചമി ഏകാദശി വിളക്കാണ് ഇന്ന് നടത്തുക. നാളെ മാണിക്യ കുടുംബത്തിന്റെ വക ഷഷ്ടി വിളക്കാണ്. ഈ മാസം 25-നാണ് ഗുരുവായൂർ ഏകാദശി. രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 241 പോയിന്റ് ഉയർന്ന് 44,198-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് ഉയർന്ന് 12,950-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. പവന് ഇന്ന് 240 രൂപ കുറഞ്ഞ് 37,600 രൂപയായി. 4,700 രൂപയാണ് ഗ്രാമിന്റെ വില. ഇതോടെ 10 ദിവസം കൊണ്ട് പവന്റെ വിലയിൽ 1,280 രൂപയുടെ കുറവുണ്ടായി. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്ത തൊഴിലാളികൾ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ട്. പകൽ 2 മണി മുതൽ രാത്രി 10 മണിവരെ ഇടിമിന്നലിനും സാധ്യത. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. നാളെ സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമമാക്കുവാനുള്ള തിരക്കിൽ രാഷ്ട്രീയ നേതൃത്വം. വിമതശല്യം ഒഴിവാക്കാൻ തിരക്കിട്ട സമവായ ചർച്ചകൾ. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് രാജ്യത്തെ മികച്ച 20 ജില്ലകളുടെ പട്ടികയിൽ ഇടം നേടി എറണാകുളവും വയനാടും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. പാലാരിവട്ടം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.